പ്രേക്ഷക മനസ്സുകളുടെ പ്രിയ താരങ്ങൾ ജഗദീഷ്, ജഗതി, സിദ്ദിഖ് എന്നിവർ ഒത്തുചേർന്ന സൂപ്പർ ഹിറ്റ് കോമഡി എൻ്റർടൈനർ ഇന്ദു, മോളെ എഴുന്നേൽക്ക്, കഥവ് തുറക്ക്. മോളെ ഇന്ദു, എഴുന്നേൽക്ക് മോളെ. ഇന്ദു. അയ്യോ, വിശ്വട്ടാ, വിശ്വട്ടാ, ഒന്ന് എഴുന്നേൽക്ക്. മുത്തശ്ശി വിളിക്കുന്നു. മുത്തശ്ശി. ഇന്ദു, കഥവ് തുറക്ക് മോളെ. ഇന്ദു, ഇന്ദു, എന്തിനാ മോളെ? പഴയ വീടാമ്മ പൊളിഞ്ഞു വീഴും. ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കണില്ല കുട്ടിയെ. കുട്ടി പൊക്കോളൂ. കുട്ടി പൊക്കോളൂ. ഉണ്ണി, ഉണ്ണി. പോക്കരത്തരം കാണിക്കുന്നു. ഉണർത്താൻ വേണ്ടി കുത്തിയതാ. നിന്റെ വീട്ടിൽ ആളുകൾ ഉണർത്തുന്ന കമ്പിട്ട് കുത്തിയാ? പുറത്തു വാ. വാ. നന്നായിട്ടുണ്ട് അമ്മാവാ. അമ്മാവന് ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ? മൂന്നാമത്തെ വയസ്സില് കച്ചകെട്ടി കളരിയിൽ ഇറങ്ങിയവരാണ് ഗുരുക്കൾ അമ്മാവൻ. മാമൻ ഈ മറ്റൊരു പ്രശ്നമല്ല. എന്താ മുത്തശ്ശി? ആ മോനോ? മോനെ എവിടുന്ന? ഞാൻ എന്നും രാവിലെ 10 മൈൽ ഓടാൻ പോവും. അത് ശരി. മുത്തച്ഛനായ കാലത്ത് കൊറേ ഓടിയതാ. ഇവളെന്താ എണീക്കാത്ത? അല്ല, ഇവളെ എഴുന്നേറ്റില്ലേ? എന്തോ തുറന്നോളൂ, കുഴപ്പമില്ല. കൊഴപ്പില്ല. അല്ല, ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ. ആ. തുറന്നോളൂ ധൈര്യമായിട്ട്. എന്തേ മോളെ എണീക്കാത്ര താമസിച്ചേ? തീരെ വയ്യ മുത്തശ്ശി, ഭയങ്കര തലവേദന. സുഖല്ലേ? തലവേദനയാ? നമുക്ക് അകത്ത് പോയി നല്ല പെയിൻ ബാമിട്ട് തടവാം. വാ. മോനെ എടുത്തിട്ട് വാ, ഞാൻ തടവി കൊടുക്കാം. എന്നാ എങ്ങനെയുണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോകാം. അയ്യോ, എന്താ ഇത്? കാലിങ്ങനെ തിരിക്കല്ലേ തിരിക്കല്ലേ, ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ല, ശവാസനാവും. തിരിക്കല്ലേ തിരിക്കല്ലേ, കുട്ടി വിടൂ കുട്ടി. ഇവിടെ ചില പിശാചികൾ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഒരു സുദർശന ഹോമം വേണ്ടി വരും. ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീ ഉമ്മർത്തേക്കില്ല. ഇത് തന്നെയാ. എങ്ങനെയുണ്ട് സ്വർണ്ണലതാ സാറിന്റെ അസുഖമൊക്കെ? കുഴപ്പമില്ല, ഇപ്പൊ കുറവുണ്ട്. ഞാൻ മാങ്ങ പറിക്കായിരുന്നു. ഇപ്പോഴാണല്ലോ പച്ചമാങ്ങയുടെ ആവശ്യമൊക്കെ. ശ്രീമതിയെ വിളിച്ചേ? വിളിക്കാം, പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റി? ലതയുടെ അസുഖം അന്വേഷിച്ച് നാട്ടിൽ നിന്ന് മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി ലതയ്ക്കിട്ട പേര് ഇന്ദു എന്നാ. സ്കൂളിൽ ചേർക്കുമ്പോ മുത്തശ്ശി അറിയാതെയാ ലതയുടെ അച്ഛൻ സ്വർണ്ണലത എന്ന് പേര് മാറ്റിയത്. ആ പേരാണെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര അലർജിയാ. അതുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ലതയെ ഇന്ദു എന്നേ വിളിക്കാവൂ. അത്രയേ ഉള്ളോ? അത് ഞങ്ങൾ ഏറ്റു. വാ. മിസ്സസിന് ബെഡ് റെസ്റ്റ് ആണല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? ബെഡ് റെസ്റ്റോ? ആ, നിങ്ങൾ എന്നെ പറഞ്ഞ് പ്രഗ്നൻസി പീരീഡിൽ ഉമ്മർത്ത് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി കിടക്കൂട്ടി. ആ, അല്ല, ആൺകുട്ടി വേണോന്നാണോ പെൺകുട്ടി വേണോന്നാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട്. ഏയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. ഇവക്ക് എപ്പോഴും ഒരു വിളറിയ മോന്തയാ. ഇതാ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും. ഇനി തൊട്ട് രണ്ടാൾക്കാരുടെ ആഹാരം വേണ്ടതല്ലേ? ഏയ്, ഇതെവിടേക്ക് എടുത്താൽ ശരിയാവില്ല. സമയാസമയത്ത് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തോളാം. താൻ എന്ത് പോക്കത്തിനാ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ദേവി കിട്ടിയാ പോരെ, കുഴിയെണ്ണോ? അയ്യോ, എന്താ ഒരു രഹസ്യം പറച്ചിൽ? മാങ്ങ പറിച്ചില്ലേന്ന്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പച്ച മാങ്ങയിലാ താല്പര്യം. എന്താ? Natural. എന്താ
ആരവരൊക്കെ? ഓഫീസിലെ സ്റ്റാഫാ മുത്തശ്ശി. ഇന്ദു സാറിന് വിശേഷമെന്ന് പറഞ്ഞു വന്നതാ. എന്ത് വിശേഷം? അതെ അതെ തന്നെ, മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ, എന്റെ വേട്ടയ്ക്കൊരു മകനെ. മുത്തശ്ശിക്ക് സന്തോഷായി. എന്നാൽ എന്റെ ഇന്ദു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇന്ദുവിന്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണേ. ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ സമയത്ത് ഇന്ദുക്കുഞ്ഞിനെ സേവിക്കാൻ ഞാൻ ഗർഭാനന്ദ ലേഹ ഉണ്ടാക്കി തരാം. ആൺകുട്ടിയാണെങ്കിൽ ഇന്ദുനാഥനെന്നും പെൺകുട്ടിയാണെങ്കിൽ വിശ്വേന്ദു എന്നും പേരിടണം. അതെന്തിനാ? ഗുരുക്കളമാവൻ ആളൊരു തമാശക്കാരൻ. ലേശം കളരിയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ഓഫീസിൽ പോവാൻ സമയമായിരുന്നോ? മുത്തശ്ശി അവർക്ക് പോണെന്ന്. പോവാം. ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാം. അത് പിന്നെ വേണ്ട, ഇനി നിന്ന ചെയർമാന്റെ വഴക്ക് കിട്ടും. എന്നാലൊരു 3 ഗ്ലാസ് ഉന്മേഷാരിഷ്ടം എടുക്കട്ടെ. എന്റെ കയ്യിൽ ഉണ്ടാക്കിയതാ. അയ്യോ അത് വേണ്ട, ഇവർക്ക് ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യാനുള്ളതാ. ആ, തിരിച്ചു പോകാനുള്ള വഴി ചോദിച്ചില്ലേ? ഹൈ, ഈ ചേട്ടന്റെ ഒരു മറവി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ടെമ്പോ കിട്ടും. ഇന്ദുക്കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശി യാത്ര മാറ്റിവെച്ചൂടെ? താൻ പോടാ അവിടുന്ന്. കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ. ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുക. ഇപ്പോഴല്ലടോ, പിന്നെ. എന്താ മുത്തശ്ശി ഇത്? പാവയ്ക്ക കൊണ്ടാട്ടോ. ഇതാ ലത ഏൽപ്പിച്ചാ പോരായിരുന്നോ? ഇതൊക്കെ അവര് ചെയ്താൽ ശരിയാവില്ല മോനെ. ഞാൻ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇന്ദു പറഞ്ഞു പുതിയ ബിസിനസിന്റെ കാര്യം. മുത്തശ്ശി ഉള്ളപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാശൊക്കെ ഞാൻ തരാം. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി. ഞാൻ സ്വപ്രയത്നം കൊണ്ട് കാശുണ്ടാക്കി ആ കാശ് എന്റെ ബിസിനസ് മുടക്കിക്കൊള്ളാം. എന്റെന്നോ നിങ്ങളുടെന്നോ വല്ല വ്യത്യാസം എന്താ കുട്ടി? നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ ഞാൻ തരാൻ പോണത്. അല്ല മുത്തശ്ശി, എന്നാലും വേണ്ട, ഒന്നും പറയണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊണ്ടാട്ടത്തിന്റെ ഗുണമൊന്നും അറിയില്ല. പാവയ്ക്ക കൊണ്ടാട്ടം എന്ന് വെച്ചാൽ എന്താ അതിന്റെ ഒരു വിശേഷം? എന്റെ വേട്ടയ്ക്കൊരു മകനെ. എന്തായി ഗുരുക്കളെ പോയ കാര്യം? സാധിച്ചു. വസ്തു വിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട്. ഇതാ പാസ്ബുക്ക്. നാളെ ചെന്നാ തുക പിൻവലിക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ നാളെ തന്നെ വിശ്വനാഥനെയും കൂട്ടി ബാങ്കിൽ പോയേക്കാം. ഗുരുക്കളും പോന്നോളൂ. ഏയ്, എനിക്കിപ്പോ കാശൊന്നും വേണ്ട. തനിക്ക് കാശ് തരുന്ന കാര്യം ആരോട് പറഞ്ഞത്? ഞാൻ കാശിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ടാന്ന്? കാശ് വേണ്ടാന്നല്ല, കാശിക്ക് പോണ്ടേ എന്നാ ഞാൻ ചോദിച്ചത്. ഈയിടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം. പഴയ ലേഖ ഉണ്ടാക്കി തരട്ടെ? വേണ്ട, അത് കഴിച്ചേ പിന്നെ ഞാൻ ഈ മാതിരിയായത്. അതിരിക്കട്ടെ, നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായിരുന്നു? ഞാൻ ആ കാര്യവും മറന്നു. പോയി തിരക്കിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചാൽ മതി. ഗുരുക്കളെ, ദൂരയാത്രയ്ക്ക് പോകാനുള്ളതല്ലേ? പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ? അതിന് ബാങ്കിലേക്ക് അത്ര ദൂരം ഇല്ലല്ലോ. ബാങ്കിൽ പോകുന്ന കാര്യമില്ലടോ, കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു. അതിന് ഞാൻ എന്തിനാണ് തയ്യാറാവണത്? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനാ? അല്ല, എനിക്ക് കളരിയില് ഒന്നും പറയണ്ട. താനും കൂടെ കാശിക്ക് വരുന്നു, മനസ്സിലായ? ആ, 10-100 വയസ്സായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം. 10-30 വയസ്സായ ഞാൻ എന്തിനാണ് പോണത്? എന്താ എന്താ? ഒരു 30 ദിവസമെങ്കിലും അവിടെ ഭജന ഇരിക്കണമെന്ന് പറയായിരുന്നു. 30 അല്ല, 60 ദിവസം ആയിക്കോട്ടെ. ഭഗവാന്റെ സന്നിധാനല്ലേ? സന്നിധാനം തിരിച്ചു വന്നാ വന്നെന്ന് പറയാം. മുഴുവൻ പൊട്ടിത്തെറിയ അവിടെ. ചോദിക്കണുണ്ട്, വിരോധം തോന്നരുത്. കൂട്ടുകാരനുമായി എത്ര നാളത്തെ പരിചയമുണ്ട്? അത്ര അധികമില്ല. ഒരു 10-15 കൊല്ലത്തെ അടുപ്പുണ്ടാവും. ആവട്ടെ. എന്താ? അവനാള് ചതിയൻ ചന്തുന്റെ പിന്തലമുറക്കാരനാ. എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച്. അയ്യേ, എന്താ കുട്ടി ഇത്? ഞാനൊരു ശൈലീ പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താ? അവനോട് പറഞ്ഞേക്കരുത്. ഇല്ല. രാത്രി കൃത്യം 12 മണിക്ക് മാർജാര പഞ്ചകം പൊടി കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും. കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ
അവൻ അനങ്ങില്ല. ഇല്ലാന്ന് വെച്ചാൽ അനങ്ങും. അനങ്ങിയ ആ കുടം അവന്റെ ഉച്ചിയിലടിച്ച് പൊട്ടിക്കും. അവന്റെ സോമനാംബുലിസം മാറ്റി ആംബുലൻസിൽ കെട്ടിയെടുപ്പിക്കും. കളരിപ്പറമ്പിലെ സൂര്യനാരായണ ഗുരുക്കളാണ് ഈ പറഞ്ഞത്, ഓർത്തോളൂ. എടാ ലൂസിഫർ, ഘാതക, ഞാൻ നിന്റെ രക്തം കുടിക്കും. എന്റെ ഡോറോദിയെ നീ കൊന്നില്ലേ? നിന്റെ ആത്മാവിനെ ഞാൻ ആവാഹിച്ചെടുക്കും. ധാരാളം വെള്ളം ഒഴുകി കഴിഞ്ഞു. ഇനി നിനക്ക് രക്തം കുറിച്ച് മതിയായില്ലേ? വേണ്ട വേണ്ട വേണ്ട. ഗുരുക്കളെ, വല്ലതും പറ്റിയോ? എന്താ ഇത്? ഇവൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ. സോംനാംബുലിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഞാൻ ഇന്ന് ലൂസിഫർ എന്ന് വിളിച്ചോ? കണ്ട, ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ മോൻ തിരിച്ചു പറഞ്ഞെന്താ? അത് നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ. ഇതും പറഞ്ഞിട്ട് ചേട്ടത്ത് ഒറ്റ അടി കൊടുത്താൽ ഇവന്റെ ഉപദ്രവം അതോടെ നിൽക്കും. ഈ ലൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ? എന്താ? അല്ല, ഉണ്ടെങ്കിൽ കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടി ഒന്ന് പഠിപ്പിച്ചു തരുവോ? എന്തിനാ? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. കാശിയിലൊക്കെ നല്ല ചൂടായിരിക്കും അല്ലേ ഗുരുക്കളെ? ഉണ്ടാവും, നല്ല മഴയല്ലേ.